ബ്രാഹ്മണ ഹജ്മണിയെക്കുറിച്ച് വാതോരാതെ പറയുന്നവർ കാണാതെ പോകുന്ന അഗ്രഹാരങ്ങളിലെ ഇസ്ലാമിക ഗ്രാമങ്ങൾ. അഗ്രഹാരത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ജീർണിച്ച മണ്ഡപങ്ങൾ പോലെ. ബുർഖ ധരിച്ച സ്ത്രീകളും തലമൊട്ടയടിച്ച് മീശ വടിച്ച താടിക്കാരും ഇവിടുത്തെ പതിവ് കാഴ്ച. ആ അവസ്ഥയെക്കുറിച്ച്, അഗ്രഹാരങ്ങളിലെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയാണ്. തമിഴ്നാട്ടിലെ അഗ്രഹാരങ്ങൾ ഭയാനകമായ വേഗത്തിലാണ് ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന പരമ്പരാഗത ബ്രാഹ്മണ വാസസ്ഥലങ്ങളാണ് അഗ്രഹാരങ്ങൾ. റോഡിന്റെ ഇരുവശവും അതിൻ്റെതായ ക്ഷേത്രവും ക്ഷേത്ര ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിവാസികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന റോ ഹൗസുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബ്രാഹ്മണരുടെ ധാർമ്മിക ജീവിത ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തതും വിശാലവും അതുല്യമായി നിർമ്മിച്ചതുമായ ഘടനകളാണ് ചതുർവേദിമംഗലം എന്ന് അറിയപ്പെടുന്ന അഗ്രഹാരം നിരവീടുകൾ. അഗ്രഹാരത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ജീർണിച്ച മണ്ഡപങ്ങൾ പോലെയാണ്. ബുർഖ ധരിച്ച സ്ത്രീകളും തലമൊട്ടയടിച്ച് മീശ വടിച്ച താടിക്കാരും ഇന്ന് അഗ്രഹാരങ്ങളിലുണ്ട്. സീർക്കാഴി, മയിലാടുതുറൈ, കുംഭകോണം, നാഗൂർ, തിരുവാരൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ അഗ്രഹാരങ്ങൾ ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറി. തഞ്ചാവൂർ മേഖലയിൽ തഞ്ചാവൂർ കുംഭകോണം ഹൈവേയിൽ അയ്യമ്പേട്ടയ്ക്ക് അടുത്തുള്ള ചക്രപ്പള്ളിയിലെ അഗ്രഹാരത്തിന്റെ ഇപ്പോഴത്തെ പേര് ഹാജിയാർ സ്ട്രീറ്റ്, ഖൈദെ മില്ലത്ത് സ്ട്രീറ്റ് എന്നിവയാണ്. 1500 വർഷം പഴക്കമുള്ള ചക്രവാകേശ്വര ക്ഷേത്രം മാത്രമാണ് അഗ്രഹാരത്തിൽ അവശേഷിക്കുന്നത്. ശല്യവും ഭയവും കാരണം അമുസ്ലിങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ പ്രദേശങ്ങളിൽ നടക്കാൻ കഴിയില്ല. ചക്രപാഠശാലയ്ക്ക് സമീപം രാജഗിരിയിൽ കൂറ്റൻ അഗ്രഹാരങ്ങളുടെ അടയാളങ്ങളുണ്ട്. മറ്റു പട്ടണങ്ങളിൽ അഗ്രഹാരത്തിൽ മാത്രമേ ക്ഷേത്രങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ ക്ഷേത്രം പോലും അപ്രത്യക്ഷമായി. ജിന സ്ട്രീറ്റ്, ഖൈദി മില്ലത്ത് സ്ട്രീറ്റ്, ഹാജിയ സ്ട്രീറ്റ് എന്നിവയുടെ സൈൻ ബോർഡുകൾ അഗ്രഹാരത്തെ തെരുവുകളിൽ തിളങ്ങി നിൽക്കുന്നു. ഇവിടെയുള്ള ബ്രാഹ്മണ ഹിന്ദുക്കൾ വർഷങ്ങൾക്ക് മുൻപ് അഗ്രഹാരം വിട്ടുപോയിരുന്നു. കൂടാതെ മുസ്ലിങ്ങൾ ഇവിടെയുള്ള ശിവക്ഷേത്രം പൊളിച്ച് പള്ളി പണിതു. തിരുവാരൂരിനടുത്തുള്ള കൊടിക്കൽ പാളയത്തും അടിക്കമംഗലത്തും അഗ്രഹാരങ്ങൾ അടിമുടി മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള പള്ളികളിൽ ഏറ്റവും വലിയ കുളങ്ങളുണ്ട്. പണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കുളങ്ങൾ. അടിയാക്കമംഗലത്ത് പേപ്പാറക്കുളം എന്നറിയപ്പെടുന്ന കുളത്തിനോട് ചേർന്നൊരു വലിയ മുസ്ലിം പള്ളിയുണ്ട്. നേരത്തെ അഗ്രഹാരമായിരുന്നു ഇവിടം. അഗ്രഹാര ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്ന പാപ്പാറക്കുളമാണത്. മയിലാടും തുറയ്ക്കടുത്തുള്ള നിടൂരിൽ സ്ഥിതി അതീവ ഗുരുതരം. ഇവിടെ അഗ്രഹാരത്തിലെ എല്ലാ വീടുകളും മുസ്ലിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അഗ്രഹാരത്തിന് മുന്നിലുള്ള പെരുമാൾ ക്ഷേത്രം നാശത്തിലാണ്. പെരുമാൾ ക്ഷേത്രക്കുളത്തെ ഇപ്പോൾ മുസ്ലിങ്ങൾ മദ്രസക്കുളം എന്നാണ് വിളിക്കുന്നത്. പെരുമാൾ ക്ഷേത്രത്തിന് നേരെ എതിർവശത്തൊരു വലിയ കുളമുണ്ട്. അഗ്രഹാരത്തിലെ ഈശാനിയ മൂലയിലുള്ള വിശ്വനാഥർ ക്ഷേത്രത്തിൻ്റെതാണ് കുളം. വിശ്വനാഥർ ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു വലിയ ആൽമരം. ക്ഷേത്രം പൊളിച്ചുമാറ്റി വലിയ പാറക്കെട്ടുകളായി മാറി. ശ്രീകോവിലിന്റെ ഇരുവശത്തുമായി ആൽമരത്തിന്റെ വേരുകൾ ഇപ്പോൾ തൂണുകൾ പോലെ നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ എവിടെ പോയി എന്ന് അറിയില്ല. ഇപ്പോൾ ക്ഷേത്രം ഒരു മുസ്ലിമിന്റെ കസ്റ്റഡിയിലാണ്. എങ്ങനെയാണ് അഗ്രഹാരങ്ങൾ മുസ്ലിം ആധിപത്യം നേടിയത്? ആദ്യം മുസ്ലിങ്ങൾ അഗ്രഹാരത്തിൽ ഉയർന്ന വിലയ്ക്ക് വീട് വാങ്ങുന്നു. തുടർന്ന് വീടിന്റെ വാതിൽക്കൽ ആടിനെ അറക്കും. എന്നിട്ട് മീൻ കഴുകി തൊട്ടടുത്ത വീട്ടിലേക്ക് ഒഴിക്കും. അഗ്രഹാര സ്ത്രീകൾ സ്വാഭാവികമായും പരിഭ്രാന്തരാകും. കാരണം ഈ പാവം സ്ത്രീകൾ കർശനമായ സസ്യാഹാരികളാണ്. അവർക്ക് എതിർക്കാൻ ധൈര്യമില്ലാത്തതിനാൽ അവരുടെ വീട് കിട്ടിയ വിലയ്ക്ക് വിറ്റ് നാടുവിടുന്നു. ആ വീടും വേറൊരു മുസ്ലിം വാങ്ങുന്നു. പിന്നെ അഗ്രഹാരം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുന്നു. ഈ ഇസ്ലാമിസ്റ്റുകൾ ആരാണ് എന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇവർക്ക് DMK പാർട്ടിയുമായി നല്ല സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും ഈ പാർട്ടികൾ ഈ പാവം ബ്രാഹ്മണരെ ഭീകരന്മാരായ മുദ്രകുത്തി വോട്ട് പിടിക്കുമ്പോൾ ഈ സാധുക്കളുടെ അവസ്ഥ വീണ്ടും പരിതാപകരമാകുന്നു. ഒരു കാലത്ത് വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും മുഴക്കങ്ങളാൽ പ്രതിധ്വനിച്ചിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഉച്ചഭാഷണികളിൽ നിന്ന് വേറെ ശബ്ദങ്ങളാണ് മുഴങ്ങുന്നത്. ഇതൊരു ലാൻഡ് ജിഹാദാണ്. ഇതിന്റെ ഇരയോ പാവം ബ്രാഹ്മണരും. തമിഴ്നാട്ടിലെ ബ്രാഹ്മണരുടെ വാസസ്ഥലമായ അഗ്രഹാരങ്ങൾ ലാൻഡ് ജിഹാദിന്റെ ഏറ്റവും പുതിയ ഇരയാണ്. ഇത് ഒരു മുഖ്യധാരാ മാധ്യമവും എഴുതില്ല. ഒരു ചരിത്രകാരനും അത് രേഖപ്പെടുത്താൻ മെനക്കെടുകയുമില്ല. എന്നാൽ അവർ വീണ്ടും വീണ്ടും മിഥ്യയായ ബ്രാഹ്മണ അടിച്ചമർത്തലിനെ കുറിച്ച്, ബ്രാഹ്മണ ഹെജുമണിയെക്കുറിച്ച് വാതോരാതെ പറയും. ആരുമില്ലാത്തവർക്ക് ഭഗവാനുണ്ട് എന്നൊരു ചൊല്ലുണ്ട്. ആ ഭഗവാൻ എവിടെയാണാവോ? ഈ രോദനത്തിലാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും സാഹചര്യങ്ങളുമാണ് തമിഴ്നാട്ടിലെ അഗ്രഹാരങ്ങളിൽ, അഥവാ ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന അഗ്രഹാരങ്ങളിൽ സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.